തൃശൂർ കോർപ്പറേഷനിൽ മന്ത്രി സി.എൻ. ബാലകൃഷ്ണന്റെ മകൾ ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിൽ പ്രതിഷേധം ശക്തം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എ.ഐ. ഗ്രൂപ്പ് എം.എൽ.എമാരും നേതാക്കളും കെ.പി.സി.സിക്ക് പരാതി നൽകി. മേയർ സ്ഥാനാർത്ഥിയായി ഗീതയെ ഉയർത്തിക്കാട്ടിയാൽ പാർട്ടി പരാജയപ്പെടുമെന്നാണ് ആരോപണം. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ച അലസിപ്പിരിഞ്ഞു. തൃശൂർ DCCയിൽ ചേർന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയാണ് അലസിപ്പിരിഞ്ഞത്. എ.ഐ. ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ശക്തമായതുമൂലമാണ് യോഗം വാക്കേറ്റത്തിൽ കലാശിച്ചത്. മന്ത്രി സി.എൻ. ബാലകൃഷ്ണന്റെ മകൾ ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിന് എതിരെയാണ് പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ ഉയർത്തിക്കാട്ടുന്ന പതിവ് കോൺഗ്രസിന് ഇല്ലെന്നാണ് പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുൻ മന്ത്രി കെ.പി. വിശ്വനാഥൻ, എം.എൽ.എമാരായ ടി.എൻ. പ്രതാപൻ, പി.എ. മാധവൻ, കെ.പി.സി.സി ഭാരവാഹികളായ കെ.പി. സുധീർ, എം.പി. ജാക്സൺ, മുൻ മേയർ കെ. രാധാകൃഷ്ണൻ എന്നിവർ കെ.പി.സി.സി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. അതേസമയം സി.എൻ. ബാലകൃഷ്ണനെ അനുകൂലിക്കുന്ന എ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് സീറ്റുകൾ നൽകുന്നതെന്ന് DCC നേതൃയോഗത്തിൽ പരാതി ഉയർന്നു. ഈ പരാതിയെ തുടർന്ന് നേതൃയോഗത്തിൽ ബഹളമുണ്ടായി. ഇതേ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വഴിമുട്ടുകയാണ്. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് യോഗം അലസിപ്പിരിഞ്ഞ വിഷയത്തിൽ കെ.പി.സി.സി ഇടപെടുമെന്നാണ് സൂചന. ഇന്ന് തുടർ ചർച്ചകൾക്കായി വീണ്ടും യോഗം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.